ഹായ് ഹലോ നമസ്തേ. കഫ്ലിസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഒരു അല്ലേ നാളെ ജൂലൈ 5 എല്ലാവർക്കും അറിയാം ഒരു ജൂലൈ 5 ഒരു പ്രഡിക്ഷൻ ജപ്പാനെ സംബന്ധിച്ച് വളരെ ഫേമസ് ആയിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ് ആ പ്രഡിക്ഷൻ? അതായത് അവിടെ ഈ ഒരു കോമിക് ഇലിസ്ട്രേറ്റർ ആണ്, മാങ്ക കലാകാരി, പേര് തത്സുഗി, റിയോ തത്സുഗി. ജൂലൈ 5 രാവിലെ 4:18 ഒരു വലിയ ഭൂകമ്പത്തോടു കൂടി സുനാമി ഉണ്ടാകും എന്ന് ഒരു ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഇത്രയും പ്രസ്താവം കാരണം അവരിതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള 2011 ഭൂകമ്പവും സുനാമിയൊക്കെ അതുപോലെ തന്നെ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോ ഇത് നടക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു പേടി. അത് സോഷ്യൽ മീഡിയയിൽ ഫുള്ള് വ്യാപിച്ചു. ഇത് ജപ്പാനി മാത്രമല്ല, ലോകം മുഴുവൻ ചർച്ചാ വിഷയം ഇതാണ്. നമ്മുടെ മലയാള ന്യൂസ് ചാനലുകളിൽ മുഴുവൻ ഇത് തന്നെയാണ് 2-3 ദിവസമായിട്ട് ചർച്ച ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ 2011 തൽസുഗി പറഞ്ഞ ഒരു ദുരന്തം ഉണ്ടല്ലോ, സുനാമി, പക്ഷെ അതിന്റെ 3 ഇരട്ടി വലുപ്പത്തിലാണ് ഇത്തവണ വരണം എന്നാണ് തൽസുഗി പ്രൊഡിക്ട് ചെയ്തത്. അതുപോലെ എന്താ ഫ്യൂച്ചർ ഐസോ എന്നല്ലേ കോമിക് ബുക്കിന്റെ പേര്. അപ്പൊ അതിലാണ് പ്രൊഡിക്ട് ചെയ്ത് വെച്ചേക്കണത്. അതുപോലെ നമ്മൾ ന്യൂസിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളും മറ്റും വെച്ചാണ് നമ്മൾ ഒരു വളരെ ടെൻഷൻ അവസ്ഥയിലോട്ട് പോണത്. അപ്പൊ നാളെ 4/18 എന്ത് സംഭവിക്കും എന്നുള്ളത് കാണണം. നമ്മുടെ 2012 ഇതുപോലെ ലോകം അവസാനിക്കുന്ന ഒരു പ്രൊഡിക്ഷൻ നമ്മൾ അതിങ്ങനെ എല്ലാവരും നോക്കിയിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. അതുപോലെ തന്നെ ഇതൊന്നും നടക്കൂലെന്നാണ് എൻ്റെ ഒരു നടക്കൂലായിരിക്കും. അതുപോലെ തന്നെ ഇപ്പൊ ജപ്പാൻ അവിടുത്തെ ആൾക്കാരുടെ ഇത് നോക്കി കഴിഞ്ഞാൽ അവിടുത്തെ ഗവൺമെന്റ് ഒക്കെ പറഞ്ഞാൽ അത്രയും പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല, ഇവിടെ ചെറിയ തോതിലുള്ള ചെറിയ ഭൂചലനങ്ങളൊക്കെ വന്ന് പോണതല്ലാതെ വലിയ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, സുനാമി വരുന്നില്ലെന്നാണ് അവർ പറയണത്. പക്ഷെ അങ്ങനെയല്ല, സോഷ്യൽ മീഡിയയിലെ ആൾക്കാരത് കേട്ട് ജപ്പാനിലെ ടൂറിസം വരെ ബാധിച്ച നിലയിലാണ് ഇപ്പൊ കാര്യങ്ങൾ. പലരും പ്ലെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ക്യാൻസൽ ആക്കി, ടൂറിസം ഫുള്ള് താറുമാറായി. അവസ്ഥ വല്ലാത്തൊരവസ്ഥ. നമുക്ക് ഇവിടെ വലിയ ബാധിക്കില്ലെങ്കിൽ ജപ്പാനിലുള്ളവരുടെ സ്ഥിരം ടോക്കിൽ ഇത് വന്നോണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും. പിന്നെ ഈ തൽസുഗിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവരെ ജപ്പാൻകാരുടെ ബാബ വങ്ക എന്നാണ് വിളിക്കണത്. ഈ ബാബ വങ്ക എന്ന് പറയുന്നത് നമുക്കറിയാം. അപ്പോൾ അവർ പ്രഡിക്ട് ചെയ്ത 11 പ്രഡിക്ഷനിൽ തന്നെ ഒരു 9 ഏകദേശം കറക്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ ഇന്ത്യനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ മറ്റേ കൊലപ്പെട്ടത്, അതുപോലെ പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഒബാമ പ്രസിഡന്റ് ആയത്, ഇങ്ങനെയുള്ള വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പ്രൊഡിക്ഷൻ ബാബ വങ്ക അന്നേ നടത്തിയാണ്. അതുപോലെ 2025 ശേഷം ഏലിയൻസുമായിട്ടുള്ള നമ്മളൊരു കണക്ഷൻ വരുമെന്നും, അതുപോലെ മെഡിക്കൽ ഫീൽഡ് ഡിപ്പാർട്ട്മെന്റ് വളരെ രീതിയിൽ ഡെവലപ്ഡ് ആയി നമ്മൾ ഈ ഓർഗൻസ് ഒക്കെ ലൈവായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ ഉള്ള പ്രൊഡിക്ഷൻസ് ബാബ വങ്ക നടത്തിയിട്ടുണ്ട്. അപ്പോൾ ജപ്പാൻകാരുടെ ബാബ വങ്ക എന്നാണ് നമ്മുടെ തൽസുഗിനെ അറിയപ്പെടുന്നത്. അപ്പം അവരും അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തേക്കാണ്. ഗവൺമെന്റ് ഉൾപ്പെടെ അതിനുള്ള അവരുടെ ഭാഗത്തു നിന്നും ചെറിയ രീതിയിലുള്ള ഇതൊക്കെ നടക്കുന്നുണ്ട്. എന്നാലും നമുക്ക് എന്താണ് 4/18 സംഭവിക്കുമോ? നാളെ രാവിലെ അത് അവിടുത്തെ സമയമായിരിക്കും, അവിടുത്തെ 4/18. പിന്നെ എന്ത് പറയാനാണ്, ഇപ്പോ ഒരാൾക്ക് ഇങ്ങനെ തോന്നിയ കാര്യം പറഞ്ഞു, അത് ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ ശരിയാവില്ല, അങ്ങനെ ഉള്ളൂ. അല്ലാതെ ഈ ഇവർ പറയുന്ന രീതിക്കുള്ള ഒരു വലിയ സുനാമി ആണെങ്കിൽ അത് നമുക്ക് മുമ്പേ അറിയാൻ പറ്റും. അതിനുള്ള ടെക്നോളജി ഇപ്പൊ നമുക്ക് എന്തായാലും ഉണ്ട്, ഡെവലപ്ഡ് ആണ്. ഇപ്പം നാളെ നടക്കാൻ പോകുന്ന അതെന്തായാലും ഇത്രയും വലിയൊരു ഭൂകമ്പം നമുക്ക് ഇപ്പോഴേ അതിന്റെ സൂചനകളെല്ലാം കിട്ടേണ്ടതാണ്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ ശനിയാഴ്ച മുതൽ അവിടുത്തെ ദ്വീപ് അവിടെ ഒരു അടുപ്പിച്ചടുപ്പിച്ച് ഇത് വരുന്നത് ടൊക്കാര ദ്വീപ്, ടക്കാരയോ അങ്ങനെ എന്തോ ആണ് പേര്. അങ്ങനെ ആ ദ്വീപിൽ സ്ഥിരമായിട്ട് കഴിഞ്ഞ ശനിയാഴ്ച തൊട്ട് അടുപ്പിച്ചടുപ്പിച്ച് 500ഓളം ഭൂകമ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നും കൂടെ അറിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഉള്ളൊരു നല്ലപോലെ പേടിച്ചു. ഇനി അതിന് അവർ പറഞ്ഞ പോലെ നടക്കാൻ പോവുകയാണോ എന്ന്. പക്ഷേ ഗവൺമെന്റ് പറയുന്നു അത് സ്ഥിരം അവിടെ ഉണ്ടാവാറുള്ളതാണ്. അവിടുത്തെ മറ്റേ കാലാവസ്ഥ അവരെ പുറത്ത് വിട്ടതാണ്. ഈ 500 മറ്റേ ഭൂകമ്പം പോലത്തെ ചെറിയത് ജപ്പാനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉണ്ടാവുന്നതാണ്. അവിടുത്തെ ബിൽഡിങ്ങുകൾ അത് ഉണ്ടാക്കുമ്പോഴേ ഈ ഭൂമി ശരിയാണ്, പെട്ടെന്ന് ലൈഫിലുള്ള ഒരു കാര്യമാണ്. അവര് പെട്ടെന്ന് അഡോപ്റ്റഡ് ആവും. അതുപോലെയുള്ളൊരു സംഭവമാണ് ഈ ദ്വീപില് ഈ കഴിഞ്ഞ ശനിയാഴ്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു ഞെട്ടിക്കുന്ന പ്രവചനം നടത്തി അത് ഇത്രയും ജപ്പാൻ എന്നുള്ള ലോകം മൊത്തം ഒരു ഭീതിയോടെ കാണുന്ന ലെവലിലോട്ട് അത് എത്തിക്കാൻ കഴിഞ്ഞെന്നുള്ളതാണ് ഈ തൽസുഗിയുടെ വിജയം. ഈ റിയോ തൽസുഗി കൊറോണയെ പറ്റിയും പറഞ്ഞിട്ടുണ്ട് എന്നും കേട്ടിട്ടുണ്ട്. കൊറോണ എന്നുള്ളൊരു പാൻഡമിക് വരും എന്നുള്ളത് പ്രിഡിക്ട് ചെയ്തിരുന്നു. അപ്പം അത് പിന്നെ കൊറോണ ആയിട്ട് മാറും. അപ്പൊ നമുക്ക് വിശ്വസിക്കാനും അല്ലേ ഒരു പ്രഡിക്ഷനിൽ എനിക്ക് അങ്ങോട്ട്
നടക്കാൻ ഒരു സാധ്യതയില്ല. ഞാൻ ഇപ്പൊ നമുക്ക് പ്രവചിക്കാം നാളെ ഇത് സംഭവിക്കത്തില്ല എന്ന് ഞങ്ങൾ പ്രവചിക്കുകയാണ്. സംഭവിക്കത്തില്ല. അപ്പൊ ഇതിന്റെ അടിയിൽ എന്തെല്ലാം കമന്റ്. അതുപോലെ ഇപ്പൊ തൽസുഖി ഇത് പ്രൊഡക്റ്റ് ചെയ്ത് പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇത് എടുത്തിടുന്ന സമയത്ത് തന്നെ കമന്റുകൾ കാണണം. ഒന്നും സംഭവിക്കില്ല, ഇന്ന് 4-ാം തീയതി 12 മണിക്ക് ശേഷം നാളെ 5-ാം തീയതി, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ. 6-ാം തീയതി. പിന്നെ പ്രൊഡിക്ഷനിൽ പറഞ്ഞ ഒന്നും സംഭവിക്കില്ല, ഇന്നൊക്കെ നല്ല മഴയായിരുന്നു അവരവിടെ ജില്ലയിലൊക്കെ, നാളെ നല്ല വെയിലായിരുന്നു. അതൊക്കെ അങ്ങനെയുള്ള തമാശ രൂപേണുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ട് അവരുടെ ടൂറിസം ജപ്പാൻ നല്ലപോലെ ബാധിച്ചിട്ടുണ്ട് ഈ ഒരു പ്രവചനം കാരണം. ഇപ്പൊ ഓരോരുത്തർ ഇങ്ങനെ ഇരുന്ന് പറയുമ്പോൾ അവരെ രാജ്യത്തിന്റെ എക്കണോമിയൊക്കെയാണ് ബാധിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഗവൺമെന്റ് പറയുന്ന കാര്യമാണ്. ഇങ്ങനെ അന്ധവിശ്വാസങ്ങളിലൊന്നും ആരും ചെന്ന് തലയിടാതിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ഗവൺമെന്റ്. കാരണം അവർക്ക് അവരുടെ എക്കണോമിക്കാണ് വലുത്. തീർച്ചയായിട്ടും. അപ്പം ഇങ്ങനത്തുള്ള പ്രൊഡിക്ഷൻസ് ഇത് വരുന്ന ടൈമിൽ നമ്മൾ അത് ആദ്യത്തെ ഈ 1-2 പ്രൊഡിക്ഷൻസ് കറക്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഇതിൽ ഇപ്പോഴും ഒരു രീതി. ഇതൊന്ന് റോങ് ആയി കഴിഞ്ഞാൽ ഇനി ചിലപ്പോ അത്ര ഒരു വില കൽപ്പിക്കണമെന്നില്ല. പക്ഷെ സ്വാഭാവികമായിട്ട് 2011 സംഭവിച്ചു, 2025 സംഭവിക്കുമെന്ന്. നാളെയാണ് ജൂലൈ 5. നാളെ എന്തായാലും കത്ത് വെച്ചു. ഇത് വന്നാലും വന്നില്ലെങ്കിലും കത്ത്. ട്വിറ്ററൊക്കെ കംപ്ലീറ്റ് ഹാഷ്ടാഗ് ഇതാണ് ഇവരുടെ പേര് വെച്ച് തൽസുഖി, സുനാമി, ഇതൊക്കെ തന്നെ. നാളെ നോക്കാം. അപ്പോ സുനാമി വരുമോ ഇല്ലെന്നോ ചോദ്യങ്ങളുമായി നിങ്ങളും ഞങ്ങളും ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ ഉടനെ വരാം. അൻഡു ദെൻ ലൈൻ കട്ട്.